മിസ് ചെയ്യാതെ. പക്ഷെ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം പല കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തി. ആ കോവിഡ് കാലത്ത് വളരെയധികം നമ്മൾ ഏറ്റവും വിഷമം പിടിച്ച ഒരു കാലഘട്ടത്തിൽ, മറ്റുള്ള സമൂഹത്തിലെ ബാക്കിയുള്ളവർക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഈ വക പ്ലാറ്റ്ഫോമാണ് നമുക്ക് മാനസികമായിട്ട് ഒരു ധൈര്യം തന്നു, മുന്നോട്ട് പോവാം എന്ന ഒരു ധൈര്യം തന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എനിവേ, ഞാന് എന്റെ സ്റ്റോറി എന്ന് പറയാൻ വലിയൊരു സ്റ്റോറി ഒന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു യൂസുഫ് അലിന്റെ ലുലു അല്ലെങ്കിൽ ആടുജീവിതത്തിലെ നജീബോ ഇതൊന്നല്ല എന്റെ സ്റ്റോറി. പിന്നെ നടുവിലൊരു ചെറിയൊരു സാധാരണക്കാരന്റെ ഒരു സ്റ്റോറി എന്ന് പറയാം. ഞാനൊരു 70 വർഷം മുമ്പ് ഒരു സാധാ ഫാമിലിയിലാണ് ജനിച്ചത്. വാപ്പക്കും ഉമ്മക്കും കൂടി ഒരു മോനാണുള്ളത്. സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒന്നുമില്ല. അതിന്റെ അന്നത്തെ ഒരു കാരണവും ഉണ്ടായിരുന്നു. ഹലോ ഹലോ പോസിറ്റീവ് ഗ്രൂപ്പിലുള്ള പ്രായമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു കാര്യം പറഞ്ഞാണ്, എനിക്ക് ഉപ്പയ്ക്കും പാപ്പയ്ക്കും ഞാൻ ഒറ്റ മോനാണെന്ന് പറഞ്ഞവരെ കേട്ടത്. നല്ല വായനയും ഭയങ്കര ഇതാക്കിയിട്ടല്ല. പക്ഷെ കോഴിക്കോടാണ് സ്ഥലം. അപ്പോ ഞാൻ പറയട്ടെ, എന്റെ ഉമ്മ ഒത്തിരി മാനസിക പ്രശ്നമുള്ള ആളായതുകൊണ്ടായിരിക്കാം പിന്നെ വാപ്പ വേറൊരു സന്താനത്തിന് വേണ്ടി മെനക്കെട്ടില്ല. ജീവിതത്തില് ഞാൻ ബുദ്ധിമുട്ടൊന്നും സഹിച്ചെന്നൊന്നും പറയില്ല. കാരണം ജീവിതത്തിൽ അന്ന് റോട്ടി കപ്പട മക്കാൻ ഇതാണല്ലോ നമ്മൾ ബേസിക്. ഭക്ഷണം, കിടപ്പാടം, അങ്ങനെയുള്ള വസ്ത്രം. അതിൽ കിടപ്പാടത്തില് ഇത്തിരി വിഷമൊന്നും പറഞ്ഞോട്ടെ, നമ്മൾ തറവാട് വീട്ടിൽ അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, ജോയിന്റ് ഫാമിലി ആയിട്ട്. അപ്പൊ അതിന്റെ പേരിൽ ജോയിന്റ് ഫാമിലി ആയിട്ട് എല്ലാവരും പാടെ കൂടി ഒരു വീട്ടിലായിരുന്നു താമസിച്ചത്. പിന്നീടാണ് സ്വന്തം വീടുകളൊക്കെ കുറെ കാലത്തിന് ശേഷമാണ് വന്നത്. സ്കൂൾ വിദ്യാഭ്യാസം 4ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. 5ാം ക്ലാസ് ഞാൻ എന്റെ ഫാദറിന് ഒരു സ്ഥാപനം ഉണ്ട് ചെറിയ, കോഴിക്കോട് പാളയം ജംഗ്ഷൻ എന്ന് പറയും, ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. അപ്പൊ അവിടെ അതിന്റെ അടുത്തായിരുന്നു ഒരു ഹൈസ്കൂൾ, ഗണപതി ഹൈസ്കൂൾ. അവിടെ ആയിരുന്നു ചേർത്തിയത്. അപ്പൊ അന്ന് ഒരു സപ്പോർട്ടിന് ഒരു ട്യൂഷൻ മാഷ് ആ സ്കൂളിൽ തന്നെ ഏർപ്പാട് ചെയ്തപ്പോ മാഷ് നിർബന്ധപ്രകാരം ഞാൻ സ്കൂൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഇംഗ്ലീഷ് മീഡിയം ബാച്ചിലേക്ക് ചേർത്തി. പക്ഷെ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഞാൻ എന്താവും എന്നുള്ള ഫാദറെ ഒരു ആശങ്കയായിരുന്നു. കാരണം അപ്പൊ അത് മാഷാണ് ധൈര്യം കൊടുത്തത്, അതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാം. അന്ന് മുതൽ പിന്നെ കോളേജ് വരെ ഇംഗ്ലീഷ് മീഡിയം മാധ്യമം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എൻ്റെ ഫാദറാണ്. എൻ്റെ മോട്ടിവേറ്ററാണ്, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബ്രദറാണ്. എനിക്ക് ബ്രദർ ഇല്ലെങ്കിൽ ഫാദറാണ് എൻ്റെ ബ്രദർ. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ സാധാരണഗതിയിൽ വീട്ടില് കാരണവന്മാരെ നണിക്കാൻ അവരൊരു കസേല, ചാരി കസേല വിലയി കിടക്കും. മക്കള് പിന്നാപ്പുറത്ത് കൂടിയെ പോയിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും മാതാവ് മുഖാന്തരാണ് സാധിച്ചിരിക്കുന്നത്. പക്ഷെ എൻ്റെ കാര്യത്തിലൊക്കെ നേരെ മറിച്ച് ഞാന് ഫാദറെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ കണ്ടത്. ഫാദർ എന്നെ അങ്ങനെ തന്നെ എന്താവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് തുറന്നു പറയാം. മൂപ്പര അങ്ങനെ ഉണ്ടല്ലോ ജെൻസ്, അതായിരുന്നു എന്റെ ജീവിതം എന്ന് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. മൂപ്പര ചെറുപ്പത്തിലെ ഹൈ തിങ്കിങ് ആൻഡ് ലോ ലിവിങ് ആണ്, വളരെ ഉയർന്ന ചിന്താഗതിയാണ്. ചുരുങ്ങിയ കാശാണെങ്കിലും അത് മാക്സിമം അവനവന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കി ആവശ്യക്കാരനെ ആരും അറിയാതെ സഹായിക്കാന്നൊരു മെന്റാലിറ്റിയാണ് അന്ന്. അതൊക്കെ ആയിരിക്കും എന്നിൽ അത് ചാരിറ്റി മൈൻഡ് ഉണ്ടാക്കിയതിൽ സ്വാധീനം ചെലുത്തിയെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഉറക്കം കഴിഞ്ഞിട്ട് തന്നെ സൈക്കിള് പഠിപ്പിക്കാനും ബാക്കി സ്വിമ്മിങ്ങില്, അതേപോലെ എന്റെ റീഡിങ് ഹാബിറ്റ് വളർത്തിയെടുക്കാന് എല്ലാ കോഴിക്കോടിന്റെ ചുറ്റുപാടുള്ള എല്ലാം ലൈബ്രറിയിലും എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അന്ന് സൈക്കിളും ഉണ്ട്. അത് ചുറ്റിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയി പുസ്തകം വാങ്ങിച്ചു കൊണ്ടുവരിക, വായിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ചെറിയൊരു റിവ്യൂ മൂപ്പർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതൊരു ഹാബിറ്റായി. അന്ന് നമ്മളെ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഈ റെന്റൽ, നമ്മൾ വാടകയ്ക്ക് പുസ്തകം കിട്ടും. വായിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ് കൊടുത്താണ്. ഇംഗ്ലീഷ് പുസ്തകം അങ്ങനെ ഞാൻ വായിച്ചു.
ഒരു കാര്യം ചോദിച്ചു, അമ്മ മെന്റലാണ്. ആ. നമ്മളൊക്കെ അപ്പൊ നമ്മളെ പാരമ്പര്യം അതാണ് ഇതാണെന്ന് പറഞ്ഞ് ചിന്തിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. ഒന്ന് ബാക്കിയുള്ളവർ അൺമ്യൂട്ട് ചെയ്യോ, നമുക്ക് അല്ല കാണാൻ മ്യൂട്ട് ചെയ്യോ? പറ്റില്ല. ആരാണ് നമ്മളെ കാണാൻ പറ്റില്ല. ഹിദായത്ത്? ആരാണ് ഹോസ്റ്റ്? ആരാണ്? ഞാൻ പറയട്ടെ? ഒരു മിനിറ്റ് ബഷീർക്ക, ഞാനൊന്ന് ആരൊന്ന് മ്യൂട്ട് ആണ്. ആ പറഞ്ഞോളൂ. ഫാദർ ആണ് ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന സൈക്കിള് പഠിപ്പിക്കാനും സ്വിമ്മിങ്ങും ബാക്കി ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് എന്നോട് പെരുമാറിയത്. പുസ്തകം വായിക്കാൻ പ്രോത്സാഹനം തന്നത് അന്ന് ഫാദറായി. അതുകൊണ്ടായിരിക്കും എനിക്ക് പുസ്തകങ്ങളോട് പിന്നെ താല്പര്യമായി. റെന്റ് പൈസ കൊടുത്തിട്ട് വാടകയ്ക്ക് പുസ്തകം വാങ്ങിക്കാനുള്ള വലിയ ആവറേജ് സാമ്പത്തികമാണ്. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാമ്പത്തികമുണ്ട്. ആശ്വാസമൊന്നും കഴിക്കാനുള്ള വഴിയില്ല. ഞാൻ അത്ര ലക്ഷറി ഒന്നുമില്ല. അന്നൊരു സൈക്കിൾ എന്നൊരു ലക്ഷറി ആണ് അന്നത്തെ കാലം. ഇന്നത്തെ മാതിരി ഒന്നല്ല. ഒരു കൺസ്യൂമറിസം അത്ര വളർന്നിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും അത്യാവശ്യം വേണ്ട വാങ്ങിക്കുക. ഡ്രസ്സുകളൊക്കെ വളരെ ലിമിറ്റഡ് ഡ്രസ്സേ ഉണ്ടാവുള്ളൂ. 2 പെരുന്നാൾക്കുള്ള ഡ്രസ്സ്, അല്ലാതെ ഇന്നത്തെ മാതിരി എപ്പോഴും ഫങ്ഷൻ ഡ്രസ്സുകൾ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും അല്ല. പൊതുവെ ടോട്ടൽ കമ്മ്യൂണിറ്റി തന്നെ ഒരു കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു ആവറേജ് ബിലോ ആവറേജ് ആയിട്ട് പോണേ. ഇത്ര ലക്ഷറി ഇല്ല. നമ്മൾ ഗൾഫ് സ്വാധീനം ഇല്ലാത്തതിന്റെ പേരിലായിരിക്കാം. ഗൾഫ് സ്വാധീനം വന്നപ്പോഴാണ് നമ്മൾ കാശ് ഇങ്ങനെ, കാരണം ഗൾഫുകാരന്റെ സ്വാധീനം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഗൾഫുകാരുണ്ടാക്കുന്ന പൈസന്റെ വില നാട്ടിലെ കുടുംബത്തിന് അറിയില്ല. പൈസ ഇങ്ങനെ വരുമ്പോ അവരിങ്ങനെ ദാംതുമാക്കി ചെലവാക്കും. അവൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഇവിടെ ഫാമിലി അവിടെ പോയി കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴേക്ക് ഇവിടെ നേരെ വൈകിപ്പോയി. അപ്പൊ അന്ന് നമ്മള് വളരെ ആ കാര്യത്തിലൊക്കെ, ഫൈനാൻസിന്റെ കാര്യത്തിലൊക്കെ അന്ന് വളരെ ചിട്ടയുള്ളൊരു സമൂഹം തന്നെ പൊതുവെ നല്ല ചിട്ടയിലായിരുന്നു ഞാൻ മനസ്സിലാക്കി. പിന്നീടാണ് ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. ആള് EMI ലോണിൽ സാധനം വാങ്ങലും, മാക്സിമം ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കടം വരുത്തുക, ആ സ്വഭാവമൊക്കെ പിന്നീട് എനിക്കൊന്ന് 70, 80 കാലഘട്ടം കഴിഞ്ഞതിന്റെ ശേഷമാണ്. നമ്മുടെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ അത്ര ഇങ്ങനെ ഒരു കാർ ഒരാൾ വാങ്ങിയ തന്നെ അത് അയാൾക്കുള്ള കഴിവുകൊണ്ട് അയാൾ വാങ്ങിയാന്നുള്ള എനിക്കും വാങ്ങണം എന്നൊരു ചിന്ത അന്നത്തെ സമൂഹത്തിൽ അടുത്ത വീട്ടുകാരൻ ഉണ്ടായിട്ടില്ല. അതവന് കാശുള്ളതുകൊണ്ട് വാങ്ങിയാന്ന്. ഇന്ന് അതല്ല. നേരെ ഒറ്റ കാർ വാങ്ങി അതിനെക്കാട്ടി മുൻപ് കൊണ്ട് വാങ്ങണം എന്നുള്ള അങ്ങനെ കടം വരുത്തുന്ന സ്വഭാവമാണ്. അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മള് നമ്മളെ സമൂഹം തലമുറ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 3 ഭാഗവും കണ്ടതാ. അത് കാളവണ്ടി കല്ലായി റോഡ് കൂടി പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. കല്ലായി റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സ്ഥാപനത്തിന്റെ മുമ്പിലെ റോഡാണ്. കാളവണ്ടി പോണതും കണ്ടിക്കണ്, ഓട്ടോറിക്ഷ പോണതും കണ്ടിക്കണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പം കമ്മ്യൂണിക്കേഷനിലെ ഇന്നത്തെ ടെക്നോളജിന്റെ ഏറ്റവും ടോപ്പ്. അപ്പൊ ഈ 3 കണ്ട തലമുറയാണ് ഞാന്. ഈ നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാർ, ഇപ്പോഴത്തെ 60 to 70 ആൾക്കാർക്ക് അങ്ങനെ ഭാഗ്യം കിട്ടിയിരുന്നു. അപ്പൊ ഇന്നത്തെ കുട്ടികളുടെ ട്രങ്ക് കോൾ എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. ഞങ്ങൾക്കൊക്കെ അന്ന് രാവിലെ ബോംബെയിലേക്ക് ഒരു ബിസിനസ് ആവശ്യത്തിന് ബോംബെയിലേക്ക് ഒരു കോൾ ചെയ്യണമെങ്കിൽ രാവിലെ ബുക്ക് ചെയ്താൽ ചിലപ്പോ രാത്രി 8 മണിന്റെ ഉള്ളിൽ കിട്ടിയെങ്കിലായി, കിട്ടിയില്ലെങ്കിലായി. അത്രയും കമ്മ്യൂണിക്കേഷൻ ഒക്കെ. ഇന്നിപ്പോ നമ്മള് ഇവിടെ ഇരുന്നിട്ട് യൂറോപ്പോ ഈ ന്യൂയോർക്കിലെ ഒരു കുട്ടിന്റെ വീടിന്റെ അകം മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് സംസാരിക്കുക 1 സെക്കൻഡ് കൊണ്ട്. അന്നതല്ല. അന്ന് കത്തിൽ കൂടിയ കാര്യങ്ങൾ നടക്കും. മെയില് ഒന്നും ഇല്ലാതെ ഇന്റർനെറ്റ് സംഭവം തന്നെ. അങ്ങനത്തെ ഒരു കാലഘട്ടം. അങ്ങനെ ഈ 3 കാലഘട്ടം കാണാൻ പറ്റിയ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ്. സമയം ഫാസ്റ്റ് അല്ലല്ലോ. സമയം വളരെ സ്ലോ ആണ്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം ആകണമെങ്കിൽ ഇന്നത്തെ ഇന്ന് രാവിലെ എണീറ്റ് മൊബൈലും തുറന്നിരുന്നാല് ഉച്ചക്ക് ഊണ് കഴിക്കാനാവുമ്പോൾ ഒന്ന് വിളിക്കുമ്പോൾ അത് ഉച്ചയായോ എന്നാലിരിക്കും. അങ്ങനത്തെ കുട്ടികള് കംപ്ലീറ്റ് ടൈം അത്രയും ഫാസ്റ്റ് ആയിട്ടാ പോകുന്നത്. കാരണം ചുറ്റും കമ്മ്യൂണിക്കേഷൻ അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ്. അപ്പൊ അത് ജനറലായിട്ട്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തില് കോളേജ് കഴിഞ്ഞപ്പോ, അതുവരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചപ്പോ കോളേജ് കഴിഞ്ഞപ്പോ എൻ്റെ ഒരു മാഷ് എന്നോട് പറഞ്ഞു, എനിക്ക് കാരണം ബിസിനസ്സിൽ എനിക്ക് ഹിന്ദിയാണ് ആവശ്യം.
ഇംഗ്ലീഷിന്റെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞ എനിക്ക് ഇംഗ്ലീഷ് എന്റെ നശിച്ചുപോ, നീ ഇംഗ്ലീഷ് പേപ്പറൊക്കെ വായിക്കണം ഡെയിലി. അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് പേപ്പർ അങ്ങനെ ഒരു പേപ്പർ വാങ്ങാനുള്ള എഫോർഡ് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. അപ്പൊ അടുത്ത ഷോപ്പിൽ ഇംഗ്ലീഷ് പേപ്പർ ഹിന്ദു വന്ന് വാങ്ങും. അപ്പൊ അവിടെ സാമിനെ പോയി സോപ്പിട്ട് എനിക്കൊന്ന് ഉച്ചന്റെ ശേഷം പേപ്പർ തരണം തന്നെ. അപ്പൊ സ്വാമി ഒരു ആള് ജെന്റിൽമാനാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാനൊരു പണി ഇതിൽ ചെയ്യുന്നുണ്ട്, അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാൻ അതെന്താ സംഭവം? അന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആരംഭം തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെയിലി റേറ്റ് ഇന്നത്തെ മാതിരി ഡെയിലി റേറ്റ് ഒരു 10-25 കമ്പനി ഉണ്ടാവും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ ഒരു പേജ് സാമ്പത്തിക ഫൈനാൻസ് പേജിൽ അതുണ്ടാവും. മൂപ്പര് ഇതൊരു നോട്ട്ബുക്കിൽ ഡെയിലി ഓരോ കമ്പനിന്റെ പേര് അന്നന്നത്തെ പ്രൈസ് ഇങ്ങനെ ഇടും. ആ കോളം അപ്പൊ എന്നോട് പറഞ്ഞു ഈ 20 കമ്പനി ഇനി വായിച്ചു കഴിഞ്ഞാൽ ഈ 20 കമ്പനി ഇനി എഴുതുക. അപ്പൊ എനിക്കത് വലിയ പണിയൊന്നുമല്ല. ഞാൻ പറഞ്ഞ അതായിക്കോളാം, അത് ഞാൻ ചെയ്തുതരാം. അങ്ങനാണ് ഞാന് അത് ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞപ്പോ ഇതൊരു 6 മാസമൊക്കെ കഴിയുമ്പോൾ ഞാനൊരു 50 ഉറുപ്പിക എഴുതിയ കമ്പനി 6 മാസം കഴിയുമ്പോൾ 58, 60 ഇങ്ങനെ വർദ്ധിക്കുന്ന ഇങ്ങനെ കണ്ടപ്പോൾ ഇത് തിരക്കുള്ളല്ലോ ഒരു ഫീൽഡ്. അപ്പൊ ഞാൻ പിന്നെ അത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അതിന്റെ അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ പഠിക്കൽ തുടങ്ങി. അങ്ങനെ 87 ഞാൻ ഫൈനാൻസ് ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നത്. അതൊരു പാസീവ് ഇൻകം ആയിട്ട് ഇങ്ങനെ കൂട്ടിയുള്ളൂ. അങ്ങനെ പിന്നെ ഫൈനാൻസിന്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ച് അങ്ങനെ അതൊരു പാസീവ് ഇൻകം ആയിട്ട് 87 മുതൽ ഉണ്ട് ഞാൻ അത്. വലിയ കുഴപ്പമില്ലാതെ അത് ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് അതിന്റെ ബലത്തിലാണ്. ബിസിനസ് ഒക്കെ ഞാൻ നിർത്തിയിട്ട് 2020 കോവിഡോട് കൂടി ഞാൻ കംപ്ലീറ്റ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ ആ ബിസിനസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്കൊരു 95 മുതൽ ഞാനൊരു ട്രസ്റ്റിലെ മെമ്പറായിരുന്നു. നമ്മളൊരു 10-20 ആൾ കൂടിയ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. വളരെ ചുരുങ്ങിയ ലെവലില് ഞങ്ങൾ ആരംഭം തുടങ്ങിയത് സ്റ്റെയർ കേസിന്റെ അടിഭാഗം, ഒരു 20 സ്ക്വയർ ഫീറ്റ്. ആ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു പാവപ്പെട്ട രോഗികൾക്ക് മരുന്നും ഇങ്ങനെയുള്ള കൊടുത്ത് മെഡിക്കൽ കോളേജിൽ അന്ന് എല്ലാ വ്യാഴാഴ്ചയും ഞാൻ മെഡിക്കൽ കോളേജ് ഞങ്ങളെല്ലാ മെമ്പർമാർക്കും ഓരോ ദിവസം അലോട്ട് ചെയ്തു. അപ്പൊ ഞാൻ എന്റെ ദിവസം വ്യാഴാഴ്ച ഞങ്ങൾ 2 ആള് വ്യാഴാഴ്ച പോകും, മെഡിക്കൽ കോളേജിലെ എല്ലാ രോഗികളെ കാണും, പാവപ്പെട്ട രോഗികളെ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഹെഡ് നേഴ്സ് നമ്മളെ വിളിക്കും, ഇന്നാർക്കും ഗുളിക എഴുതി കൊടുത്തിട്ട് വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവിടെ പോയി അയാളെ ഓരോരുത്തർ സംസാരിച്ച് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ ലിസ്റ്റിലേക്ക് പെടുത്തി അങ്ങനെ വളർന്നു വന്ന സംഘടനന്റെ ആണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിലെ കൂടിയാണ് ഞാനിങ്ങനെ ഈ രോഗികളെ കാണുമ്പോഴാണ് ഈ രോഗമില്ലാത്ത നമ്മളെ യൂണിവേഴ്സിനെ നമുക്ക് തന്ന ആനുകൂല്യം, നമുക്ക് വന്ന മെച്ചങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കും. ഒന്നും രോഗം കൊണ്ട് അവശനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ ആ ദൈവം നമുക്ക് തന്ന സൗകര്യങ്ങള്, രാവിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത എത്രയോ രോഗികൾ ഇപ്പൊ നമ്മളെ മേലെ സ്പൈനൽ ഇഞ്ചുറി വന്നിട്ടുള്ള 5-10 രോഗികളെ നമ്മൾ നോക്കുന്നു. അവർക്ക് രാവിലത്തെ കാര്യങ്ങൾ മൂത്രമൊഴിക്കാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ സാധിക്കില്ല, അവർക്ക് ആ സെൻസേഷൻ ഇല്ല. അപ്പൊ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണ്. നമ്മള് രാവിലെ എഴുന്നേൽക്കുന്നതാണ്, യൂണിവേഴ്സ് നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്, നമ്മളെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഈ രോഗികളായിട്ടുള്ള ഇന്ററാക്ഷനിലാണ് എനിക്കത് കിട്ടിയത്. അന്ന് ഞാനൊരു 80-20 പ്രിൻസിപ്പിളിലാണ് ലൈഫ് കൊണ്ടത്. 80% ബിസിനസ്സും 20% ചാരിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ജീവിതം അങ്ങനെ കൊണ്ടുവന്നത്. കോവിഡ് വരെ അങ്ങനെ തന്നെ ചെയ്തു. 20% ഞാൻ ചാരിറ്റി വർക്ക് ചെയ്യും. രാവിലെ അന്നേ ഒരു സ്വഭാവമുണ്ട്, രാവിലെ നേരത്തെ എഴുന്നേൽക്കും. അതായത് നമുക്ക് രാവിലത്തെ പ്രഭാത പ്രാർത്ഥന എന്തായാലും 5 മണിക്ക് എണീക്കും. അപ്പൊ പിന്നെ ഉറങ്ങൂല. പിന്നെ 95 ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോഴാണ് യോഗ എന്ന സംഭവത്തിലേക്ക് ഞാൻ കയറുന്നത്. അപ്പൊ അന്ന് ഇവിടെ സത്യാനന്ദ യോഗ സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി. അപ്പൊ അതിന്റെ മാസ്റ്റർ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഗുരുവായൂരപ്പൻ കോളേജിൽ. ഞാൻ ഒരുമിച്ചാണ് നിങ്ങൾ പഠിച്ചത്, ഡിഗ്രി ഒക്കെ എടുത്തത്.
അപ്പൊ ഞാൻ മാഷെ കണ്ടപ്പോ ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞതാ, ശരീരം ഒന്ന് നന്നാക്കണല്ലോ. അപ്പൊ പറഞ്ഞ ഞാൻ ഈ നമ്മളെ ക്ലാസ്സിന്റെ സ്റ്റേഡിയത്തിൽ നീ വാങ്ങാൻ അന്ന് മുതൽ 95 തുടങ്ങിയ ഇന്നിപ്പോ രാവിലെ വരെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നു. 2000 മുതൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ എന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമായിട്ട് മാറി. ഞാൻ ഇന്നിപ്പോ ബി മാജിക്കില് പഴയ കുറെ മെമ്പർമാരുണ്ട്, പുതിയ ആൾക്കാർക്ക് അറിയില്ല. അവരൊക്കെ ഞാൻ എപ്പോഴും കാണുമ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയും, നിങ്ങൾ ബി മാജിക്കിൽ വരണമെന്നില്ല, പക്ഷെ നിങ്ങൾ ആ മെഡിറ്റേഷൻ വിടരുത്. കാരണം അത് നിങ്ങളുടെ ലൈഫില് ചിലരൊക്കെ അത് വിട്ടവരുണ്ട്. ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയാം, അത് നിങ്ങളുടെ ലൈഫിൽ കാര്യം സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്നതാണെങ്കിലും അത് നമ്മളെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തുന്ന സംഭവമാണ്. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് മെഡിറ്റേഷന്റെ കാര്യത്തിൽ. കാരണം മെഡിറ്റേഷൻ മെന്റലി നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, കാരണം നമ്മളെ ഫൗണ്ടേഷൻ ആണ് മൈൻഡ് കൂടിയാണല്ലോ നമ്മൾ ഇപ്പം ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ ആക്ഷൻ വരുന്നത്. ആക്ഷനിലാണ് നമ്മളെ ക്യാരക്ടർ വരുന്നത്. അപ്പം ആ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മൈൻഡിൽ. അപ്പൊ മൈൻഡ് നല്ല സ്റ്റഡി ആണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അഭിപ്രായം. ഇപ്പൊ ഞാൻ ചാരിറ്റി 80% 20% ജീവിത ചെലവ് ഒപ്പിച്ചു പോകാനുള്ള കാര്യങ്ങൾ ചെയ്യും. കുഴപ്പമില്ല, ജീവിതം ഫൈനാൻഷ്യലി ഞാൻ സ്റ്റേബിളാണ്. ഞാൻ വെറുതെ അങ്ങനെ പറയല്ല, ഞാനിപ്പോ എന്റെ എമർജൻസി ഫണ്ട് ഒരു 10 കൊല്ലത്തേക്ക് ഉള്ള ഒരു എമർജൻസി ഫണ്ട് എന്റെ കയ്യിലുണ്ട്. അപ്പം അതാണ് ഒരു അല്ലാതെ നമ്മൾ കോടികൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമുക്ക് വലിയ ഇതൊന്നുമില്ല. നമുക്കിപ്പോ എത്ര കോടി ഉണ്ടാക്കിയാലും ഇപ്പൊ അംബാനിക്ക് ഇപ്പൊ 4 ചപ്പാത്തിന്റെ മേലെ തിന്നാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് ഒരു മനുഷ്യന് ഫിസിക്കൽ നീഡ് ഉണ്ടാവും. നമ്മളെ മിനിമം ആവശ്യങ്ങൾക്കുള്ള ബജറ്റിന്റെ ഒരു 120 മാസത്തേക്ക്, അതായത് 10 കൊല്ലത്തേക്കുള്ള സംഭവം എൻ്റെ അടുത്ത് എമർജൻസി ഫണ്ടായിട്ട് ഇപ്പൊ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫൈനാൻഷ്യലി ഫ്രീഡം അച്ചീവ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ വരുന്ന ഹെൽത്ത് പ്രോബ്ലംസ് അതൊക്കെ ഇൻഷുർ കവർ ചെയ്യും. ഇൻഷുർ നമ്മൾ അത് എല്ലാ ഇയറിലും വണ്ടിന്റെ ഇൻഷുർ പോലെ തന്നെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഇൻഷുർ ഉണ്ടെങ്കിലും ഞാൻ എന്റെ ഇൻഷുർ എമർജൻസി ഉണ്ട്. വൈഫിന്റെ പ്രശ്നം വന്നപ്പോഴും പിന്നെ മകന് പാരന്റിന്റെ ഇൻഷുർ ഉള്ളതുകൊണ്ട് അതാണ് അവൈൽ ചെയ്തത്. അപ്പം നമ്മൾ ഹെൽത്ത് വൈസ് എപ്പോഴും സെക്യൂർഡ് ആവണം. നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഡെയിലി ഒരു 20-25 മിനിറ്റ്സ് നമ്മൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യണം. അത് ഞാൻ എന്റെ ഏജിന്റെ അനുസരിച്ച് യോഗ ചെയ്യുന്ന, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും, ജിം ആയാലും വാക്കിംഗ് ആയാലും എന്താണെന്ന് വെച്ചാല് അവനാണ് ചെയ്യാൻ പറ്റുന്ന നിർബന്ധമായിട്ട് ചെയ്താല്. ടു ബി ഫ്രാങ്ക്, ഞാനിപ്പോ 70 ആയെങ്കിലും ഇതുവരെ ഒരു ഗുളിക ഞാൻ എന്റെ ഡെയിലി മെയിൻ്റെനൻസിന് കഴിക്കാറില്ല, ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ഷുഗറോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ എന്റെ കൂടെയുള്ള എന്റെ ക്ലാസ്മേറ്റ്സ് തന്നെ കുറെ ആൾക്കാർ 5 മറ്റോ ഒക്കെ കഴിഞ്ഞതാണ്. ഒക്കെ ഡെയിലി മെയിൻ്റെനൻസ് എക്സ്പെൻസ് എനിക്ക് കുറയും. അതായത് ഫൈനാൻഷ്യൽ മെഡിക്കലി എനിക്ക് മെഡിക്കൽ ബില്ല് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന നാളെ എന്താണെന്നറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, ഞാനിപ്പോ അടുത്തൊരു പുസ്തകത്തിൽ വെച്ചിരിക്കുന്ന നമ്മളാ യൂണിവേഴ്സ് നമുക്ക് തന്നെ ഹാർട്ട് അതിന്റെ ഗ്യാരണ്ടി ഒക്കെ 120-125 കൊല്ലം വരെ പോവാണ്. പക്ഷെ നമ്മളെ ഉപയോഗത്തിന്റെ കുഴപ്പം കൊണ്ട് വണ്ടി കേടി പോകും. ഞാനും വിചാരിച്ച് മാക്സിമം ഇതിന്റെ ഇന്റേണൽ ഓർഗനൊക്കെ നന്നാക്കി എടുക്കാനാണ്. ഞാൻ എന്റെ ഒരു ഇതനുസരിച്ചിട്ട് ഞാൻ ഇതിന്റെ ഇൻ കേസ് ഓഫ് ഡെത്ത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത് മാക്സിമം എന്തെല്ലാം ഓർഗൻ എന്തിൽ നിന്ന് എടുത്ത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ കൊടുത്തിട്ട് ബാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഓർഗൻ നല്ലോണം കൊണ്ടു നടന്നാല് ഭാവിയിൽ ആർക്കെങ്കിലും ഉപകരിച്ചെങ്കിൽ അത് നല്ലതല്ലേ, വെറുതെ മണ്ണാക്കണ്ടല്ലോ. ഞാൻ ഈ 1 മില്യൺ ഡോണർ എന്നൊരു ക്ലബ്ബൊക്കെ ഉണ്ട്, അതിലൊക്കെ മെമ്പർ. അപ്പൊ അവർക്ക് എന്തൊക്കെ അത് ഇതേമാതിരിയാണ്. നമ്മളെ എന്തൊക്കെയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന സമയത്ത് പെട്ടെന്നൊന്നും ചെയ്താൽ സൈക്കിൾ ഇപ്പം ഡോക്ടർ പറയുമല്ലോ ഇത്ര സമയം കൊണ്ട് ഇനിയൊന്നില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ഫാമിലിക്ക് തീരുമാനം എടുക്കേണ്ട. വീട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് ബാക്കി കൊണ്ടുപോയാൽ മതിയിട്ട്. കണ്ണ് 2 കണ്ണ് കിട്ടുകയാണെങ്കിൽ ഒരിക്കൽ കാശ്. ഇപ്പൊ നമ്മളടുത്തുള്ള സാധനം യൂണിവേഴ്സ് നമുക്ക് തന്ന സാധനം മാക്സിമം നമ്മൾ കേടെടുത്താതെ ഉപയോഗിച്ച് കൊണ്ടുപോവുക.
പിന്നെ ഭാവിയിൽ ഒരു തലമുറക്ക് ഭാവിയിൽ ഒരാൾക്ക് ഉപയോഗിക്കുമെങ്കിൽ അത് നല്ല കാര്യമില്ല. അതെന്റെ ഒരു പേഴ്സണൽ ഇതാണ്. ഞാനിപ്പോ മെയിനായിട്ട് ആ ട്രസ്റ്റിൽ തന്നെ വർക്ക് ചെയ്യും. കാരണം ട്രസ്റ്റിന്റെ ഒരു ഓൾ ടൈം വർക്കർ ഇപ്പൊ ഞാൻ തന്നെ ഉള്ളൂ. കാരണം ബാക്കി എല്ലാവരും ബിസിനസ്സുകാരാണ്, അവർക്ക് അവരുടേതായ പണികളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പെയ്ഡ് സ്റ്റാഫ് ഉണ്ട് 10-40 ആൾക്കാർ. ട്രസ്റ്റ് ചെറിയ ട്രസ്റ്റ് ഒന്നുമല്ല. ഇന്നത്തെ കണക്ക് പറയുന്നത് 10-30 കോടിന്റെ ആസ്തി ഉണ്ട്. മാസം ഒരു 30 ലക്ഷം രൂപ ആവറേജ് ചാരിറ്റി വർക്കിന് മാത്രം ചെലവാക്കുന്നുണ്ട്. ഞാൻ ഫ്രം 95 ഓൺവേർഡ്സ് അതിന്റെ ട്രഷററുമാണ്. അതിന്റെ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കണക്ക് പറയാം. അപ്പൊ ഇങ്ങനെ ഫാമിലിയൊക്കെ, എന്റെ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 3 മക്കളാണ്. മൂത്ത 2 പെൺകുട്ടികളാണ്. ഇളയാള് മകനാണ്. മൂത്ത ആള് റിയാദിൽ സെറ്റിൽഡാണ്. കഴിഞ്ഞ ഒരു 24 ഇയേഴ്സ് ആയി. അപ്പൊ അവളെ മക്കള് ഇങ്ങനെ ഇവിടെ വരും. 2 ആൺകുട്ടികളല്ല. ഒരാളിപ്പോ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് മടങ്ങിപ്പോയി, ഒരാളിപ്പോ ഇവിടെ ഗ്രാജുവേഷനിലാണ്. അപ്പൊ എന്റെ കൂടെ നിർത്തുക. അവനിപ്പോ കൊല്ലം ഫൈനൽ ഇയർ ആണ്. അത് കഴിഞ്ഞാൽ അവനും പോവും. പിന്നെ ഞാനും വഴിയുണ്ടാവും. പിന്നെ മകന് രണ്ടാമത്തെ മോള് മഞ്ചേരിക്കാണ്. അവൾക്ക് പിന്നെ കുട്ടികളൊന്നുമില്ല. 10-20 കൊല്ലമായി കല്യാണം കഴിഞ്ഞു. 22 ഇയേഴ്സ്. കുട്ടികളും പിന്നെ എല്ലാം യൂണിവേഴ്സ് ഓരോരുത്തർക്കും ഓരോ മാതിരിയല്ലേ. അതൊക്കെ അതിന്റെ പ്ലസ് മൈനസ് ലൈഫിലുണ്ടാവും. പിന്നെ മൂന്നാമത്തെ മകനാണ്. അവനൊരു പെൺകുട്ടിയുണ്ട്. അവന് ബാംഗ്ലൂര് സെറ്റിലാണ്. ഇപ്പൊ എല്ലാം നല്ല കമ്പനിയിലായിരുന്നു. ആദ്യം സിസ്കോ, ഇപ്പൊ ഡൽഹിയിലായിരുന്നു. ഇപ്പൊ മാസം മുതൽ അവന് മൈക്രോസോഫ്റ്റ് കയറിക്കിനി. അവനും നല്ല സെറ്റിൽഡ് ആണ്. നല്ല അവന്റെ കാര്യങ്ങളും. നമുക്ക് പിന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ നമ്മള് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും എനിക്കൊരു മാസം ഒരു പെൻഷൻ അയച്ചു തരുമല്ലോ. അത് അവന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ഒരു കോൺട്രിബ്യൂഷൻ. കുഴപ്പമില്ല. അങ്ങനെ ജീവിതം ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആണ്. വൈഫിന് ആൻജിയോപ്ലാസ്റ്റി, ഷുഗർ, എന്റെ ഒക്കെ അവളെ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല. ബോൾഡാണ്, ആള് ബോൾഡാണ്. എന്റെ ബാക്ക് ബോൺ ആണ്. ഞാൻ ഇന്നലെ എത്തിയതിൽ എല്ലാ കാര്യത്തിനും നമ്മൾക്ക് ഏറ്റവും ബാഡ് ടൈമും ഗുഡ് ടൈമും മീഡിയം ടൈമും ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്, കട്ട സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. ബിമാജിക്കിന്റെ ഇപ്രാവശ്യം ശരിക്കും കൊണ്ടുപോയിട്ട് മീറ്റിങ്ങിന് നിങ്ങൾ വരേണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് വലിയൊരു ഡോണർ അന്ന് ടെസ്റ്റിൽ വരുന്ന ദിവസമായതുകൊണ്ട് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഞാനും വൈഫ് എല്ലാം മാക്സിമം മീറ്റപ്പിനൊക്കെ ഞാനും വൈഫും കൂടെ പങ്കെടുക്കാം. ക്ലാസ്സിൽ 37 അങ്ങനെ വരില്ല. മീറ്റപ്പിനൊക്കെ എന്റെ കൂടെ വരും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ലൈഫ് ഇങ്ങനെ പോണ്. സമയം എടുത്തു ജാസ്തി? ഇല്ല കഴിഞ്ഞോ? ഞങ്ങൾ ഇനിയും കാത്തിരിക്കല്ലേ. കഴിഞ്ഞോ? സമയം കുറച്ചുകൂടി. ഏകദേശം ഇങ്ങനൊക്കെയാണ് സ്ഥിതി. നമ്മള് പിന്നെ ഞാൻ എല്ലാവരോടും പറയും, നമ്മള് ഇന്ത്യക്കാർക്ക് ഒരു വാക്കുണ്ട്, സരസ്വതിക്ക് പീछे जाओ ലക്ഷ്മി അപ്നെ ആപ്പ് ആ ജായേഗി. അതായത് ഗോ ബിഹൈൻഡ് ദ നോളജ്, വെൽത്ത് വന്നോളൂ. അപ്പൊ ഞാൻ ആ പോളിസിക്കാരനാണ്. ഞാൻ ഈ നോളജ് കൊണ്ടാണ് സത്യത്തില് ഞാൻ മാർക്കറ്റ് ഓരോ സാധനങ്ങൾ എന്ത് സാധനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്റെ വായന. പല നിലക്കും ഫൈനാൻഷ്യലായിട്ടും ബാക്കിയുള്ള കാര്യത്തിലും. അപ്പൊ ഞാൻ എല്ലാവരോടും നല്ലോണം വായിച്ചു കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പം കിട്ടിയില്ലെങ്കിൽ ഭാവിയിലും സാമ്പത്തികമായിട്ട് നമുക്ക്. അപ്പൊ നമ്മൾ അറിവ് എവിടെ നിന്നായാലും തേടുക. ഇപ്പൊ ബിമാജിക്കില് +2 കുട്ടി വന്നിട്ട് ക്ലാസ് എടുത്ത് അതിലൂടെ എനിക്ക് കിട്ടിക്കുന്നു. വലിയ ആളെടുത്താല ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ മണി കിട്ടും. ഒന്നും മിസ്സാക്കുക. അത് ചെറിയ കുട്ടി ഓനെന്താ അറിയാനോ മറ്റേ അതല്ല, നമുക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ കാതും കണ്ണും കൂർപ്പിച്ച് ഇങ്ങനെ ഇരുന്നാല് പുസ്തകത്തിനാകാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ യാത്രയിൽ കിട്ടും. ഞാനൊരു യാത്രാഭ്രാന്തനാണ് എന്റെ കൂടെ പറയാൻ. പുസ്തകം കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത യാത്രയാണ്. ഞാനും വൈഫും ഒരുമാതിരി എല്ലാ രാജ്യങ്ങളും യൂറോപ്പിൽ പോയിട്ടുണ്ട്, സൗത്ത് ഏഷ്യൻ കൺട്രീസ്, സിംഗപ്പൂർ, അങ്ങനെയുള്ള കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ പോയിട്ടുണ്ട് ഏകദേശം. ഇപ്പൊ ഈസ്റ്റേൺ കൺട്രീസ് ആണ്, ഈസ്റ്റേൺ സൈഡ് പോയിട്ടില്ല, അതായത് ബംഗാളിൽ അങ്ങോട്ട്. ബാക്കി ഒരുമാതിരി എല്ലാ സ്ഥലത്തും ഇങ്ങനെ യാത്ര നമുക്ക് നമ്മള് ഉണ്ടാക്കും. യാത്ര കമ്പുണ്ട്, അവർക്ക് താല്പര്യം. എല്ലാ കൊല്ലവും നമ്മൾ അതിനൊരു ബഡ്ജറ്റ് കൊടുക്കും, അതെടുത്തിട്ട് യാത്ര ചെയ്യും. യാത്രയിൽ നമുക്ക് പല കാര്യങ്ങളും
പല ക്ലൈമറ്റ് അനുഭവിക്കുക, പലതരം ഫുഡുകൾ എൻജോയ് ചെയ്യുക, പല മനുഷ്യന്മാരെ കാണുക, ജീവിതങ്ങള്. നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കിണറ്റിലെ തവള. ഇതാണ് നമുക്ക് സമുദ്രം. പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതിന് വലിയ വലിയ സാധനങ്ങൾ പുറത്തൊക്കെ ഉണ്ട്. ഓരോ രാജ്യത്തിലെ ക്ലൈമറ്റ്. ഇപ്പൊ പാരീസിൽ പോയപ്പോ രാത്രി 9 മണിക്ക് സമയം നോക്കുമ്പോ രാത്രി 9 മണി. പക്ഷെ അവിടുത്തെ സ്ഥിതി 4 മണി, നമ്മുടെ നാട്ടിലെ 4 മണിന്റെ സ്ഥിതിയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അവർക്ക് ഉറങ്ങണമെങ്കിൽ കംപ്ലീറ്റ് വാതില് അടച്ച് ലൈറ്റ് ഉള്ളിലേക്ക്, സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരാതെ ഇരിക്കാൻ തക്ക വീടിന്റെ അങ്ങനത്തെ അറേഞ്ച്മെന്റ് ആണ് അവിടെ വീടുകൾക്കൊക്കെ. ഇപ്പം സ്വിറ്റ്സർലാൻഡൊക്കെ വീടുകൾക്ക് അങ്ങനത്തെ അറേഞ്ച്മെന്റാണ്. അതായത് അവിടെ രാത്രി സമയം രാത്രി 9 മണിയായാലും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല. അത്രയും നീണ്ട, ഫിൻലാൻഡിലൊക്കെ 3 മണിക്കൂറൊക്കെ ഉള്ളു രാത്രി. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ, അപ്പൊ നമ്മളൊക്കെ ഏറ്റവും ഭാഗ്യവാൻ. നമ്മൾക്കൊക്കെ 6 മണിയാകുമ്പോക്ക് ഇരുടാകുന്നുണ്ട്. നമുക്ക് ഉറങ്ങാനുള്ള സിറ്റുവേഷൻ എന്തായാലും 8 മണിക്ക് ശേഷം പ്രകൃതി തന്നെ അവിടെ ഒന്നും പ്രകൃതി അങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യാത്രയിൽ കൂടിയാണ്. അതൊക്കെ ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ പോകുമ്പോൾ ഓരോ സ്ഥലത്തെ ഭക്ഷണ രീതി, ഒരുമാതിരി ഇങ്ങനെ യാത്ര വലിയൊരു അനുഭവമായിട്ടാണ്. യാത്ര നമുക്കൊരു റീചാർജ് ചെയ്യാം. നമ്മൾ ബാറ്ററി റീചാർജ്, ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മള് ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇനിയും ഇപ്പൊ എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറെ രാജ്യങ്ങൾ ഇനിയുണ്ട്. പക്ഷെ ഇൻഷാ അല്ലാഹ് ഞാൻ പോവും, ആരോഗ്യം സംഭവിക്കുകയാണെങ്കിലും. വൈഫിന്റെ ഞാൻ വൈഫിന്റെ ആരോഗ്യം നോക്കിയിട്ടാണ് ഓരോ കാര്യം പ്ലാൻ ചെയ്യുക. ഞാൻ എനിക്ക് ഒറ്റക്ക് പോകുമ്പോ ഒരു ത്രില്ലുണ്ടാവില്ല. ത്രില്ലുണ്ടാകുമ്പോ ഒരു നമ്മളെ ലെവലൊക്കെ എത്തിയത് സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് എല്ലാ നിലക്കും നമ്മൾ എത്തിയത് ആ സപ്പോർട്ട് കൊണ്ടാണ്. ഞാൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്റെ വീട്ടിന്റെ കാര്യം, കുട്ടികളെ വിദ്യാഭ്യാസം ഒന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അതൊക്കെ അവരാ മാനേജ്. ഞാനിങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഭ്രാന്തായിരിക്കും. രാവിലെ 8 മണിക്ക് പോയാൽ രാത്രി 12 മണിക്കാണ് തിരിച്ചെത്തി. അത് വെറും അങ്ങനത്തെ അങ്ങനെ ഒരു ക്രേസ് ടൈം. പിന്നാണല്ലോ ഈ പൈസനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. പൈസ എന്താണ്. ഇപ്പം ഇന്നലെ ഷബീർ സാർ തന്നെ പറഞ്ഞു, മണി മാനേജ്മെന്റ്. പണം വേണം കേട്ടോ, പണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പണം ജീവിതത്തിന് നമ്മള് പ്രാക്ടിക്കൽ വിസ്ഡം എന്നൊരു ബുക്ക് ഉണ്ട് ചിറ്റിലപ്പള്ളിന്റെ. അതിലെ മൂപ്പര് പറയുന്നു പണത്തിന്റെ സ്ഥാനം ജസ്റ്റ് 20% ഉള്ളൂ, ബാക്കി 80% ബാക്കിയുള്ള കാര്യങ്ങളിൽ. അപ്പം അതിൽ മൂപ്പര് നല്ലൊരു ആരോഗ്യം, ഹെൽത്തി ആയിരിക്കണം, നല്ല ഉറപ്പ് കിട്ടണം, നല്ല ഫാമിലി ലൈഫ് വേണം, സമൂഹം നമ്മളെ എന്ന് പറയാതിരിക്കണം. കാരണം അതായത് സൊസൈറ്റി ഷുഡ് ആക്സെപ്റ്റ് അസ് എന്നാണ് നമുക്കൊരു പറയുന്നത്. അതായത് നമ്മളടുത്ത് എന്തെങ്കിലും ആശയുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും, പൊതുവെ മലയാളിക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഒരു ഇത്തരത്തിൽ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് വശമാണ്. അവൻ ഇന്നാളെ പറ്റിച്ചതാണ്, അവൻ അറബിനെ പറ്റിച്ചാണ്, അവൻ ഇതാക്കിയതാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം. അപ്പൊ മാക്സിമം അങ്ങനത്തെ ഒരു ലൂപ്പ് ഹോൾ നമ്മൾ ഉണ്ടാക്കാതെ ഉള്ള പൈസ നല്ല വൃത്തിയുള്ള പൈസ ചെയ്യാൻ കഴിഞ്ഞാൽ ആർക്കൊന്നും പറയാൻ പറ്റില്ല. അവൻ നയിച്ചുണ്ടാക്കിയ പൈസ എന്ന് പറയാനുള്ള ഒരു സിറ്റുവേഷനിൽ എപ്പോഴും അത് സക്സസിന്റെ ഒരു ഭാഗമാണ്. എന്താ ഇപ്പൊ ഞാനൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു 30 കൊല്ലം വലിയൊരു ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനത്തിന്റെ ട്രഷറാണ്. പൈസ ഞാൻ പറയാണ് ഇത്ര റുപ്യ വന്നിട്ടുള്ളൂ പറഞ്ഞത് എനിക്കറിയാം. എന്റെ 19 മെമ്പർമാരും ഇല്ല എന്ന് പറയില്ല, അതത്രേ ഉണ്ടാവുള്ളൂ. അവർക്കറിയാം അത്രയും ഇന്നെ പഠിച്ചതാ. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു ഫൈനാൻഷ്യലി വളരെ ഒരു വിശ്വസ്തത ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും ആളിടയിൽ ഒന്നിനും അത് തന്നെ ഷുഡ് ബി ആക്സെപ്റ്റഡ് ബൈ സൊസൈറ്റി. അപ്പൊ ആ നിലക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഉറപ്പ് കിട്ടണം. ഉറക്കിന്റെ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ഞാന് ഉറങ്ങാൻ കിടക്കലില്ല, കിടന്നാൽ ഉറങ്ങല ഇതുവരെ, ഇന്നലെ വരെ. അതിനി എന്ത് സംഭവിച്ചാലും, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടാലും. എനിക്ക് 2008 എന്റെ ഒരു ഷോപ്പ് ഒന്നായിട്ട് കത്തി. രാത്രി 10:30 മണിക്കാണ്, 9-10 മണിക്കാണ് ഞാൻ, എനിക്ക് 9-10 മണിക്ക്. അപ്പം എന്റെ മൂത്ത മരുമോന് റിയാദിൽ നിന്ന് ഇങ്ങനെ ന്യൂസിൽ ഇങ്ങനെ ഷോപ്പിന്റെ പേര് ഇങ്ങനെ കണ്ടപ്പോ അവങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോഴാണ്, അപ്പോഴേക്കും എനിക്ക് ഫോണിൽ വന്നിരിക്കുന്നു പുറത്തുനിന്ന്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓനും കൂടി അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഞാൻ ചെന്ന് കണ്ട് തലേന്ന് ഞാനൊരു 10 ലക്ഷം റുപ്യന്റെ സ്റ്റോക്ക് ഇറക്കിയതുകൊണ്ട് ക്ലോക്ക്
അതൊക്കെ ഒന്നായിട്ട് പൊട്ടി ചിരി കത്തി നശിക്കുക. നല്ല കത്തല. അപ്പൊ ഞാനിങ്ങനെ കത്തല് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ പിന്നില് ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ. അപ്പൊ അവർക്ക് അറിയില്ലല്ലോ ആരെന്നാണ്. അപ്പൊ അയാൾ പറയാണ്, ഇതിന്റെ ഉടമസ്ഥ എപ്പോഴും ബോധം കെട്ട് കിടക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 12:30 1 മണി ആയിക്കുന്നു. എല്ലാം കത്തിയ പിന്നെ ഒന്ന് നന്നാക്കാനൊന്നുമില്ല. ഇപ്പൊ എന്റെ പണിക്കാര് വലിച്ച് എന്താ ഇനി ഞാൻ പറഞ്ഞ നമുക്ക് രാവിലെ വരാം, എന്താണെന്ന് വെച്ചാൽ രാവിലെ നോക്കാം. ഇപ്പൊ നിന്നല്ലോ. ഞാനൊരു 1 മണി 1:15 ഞാൻ വീട്ടിലെത്തി. എന്റെ വൈഫ് പറയാ, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, നിങ്ങൾ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. ഞാൻ കിടന്ന് ഞാൻ സാധാരണ പോലെ. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ മെഡിറ്റേഷന്റെ പവറാണ്. ഞാൻ അതുകൊണ്ട് എല്ലാവരോടും മെഡിറ്റേഷൻ അത്ര ഇതായിട്ട് പറയാൻ കാരണം മെഡിറ്റേഷൻ നിങ്ങൾക്ക് എന്ത് നഷ്ടവും എന്ത് ലാഭവും വന്നാലും നിങ്ങൾ നമ്മളില്ലേ ഈ സീ ലെവല് സീയിലേക്ക് പലതരം വെള്ളങ്ങളും ചളിവെള്ളവും പച്ചവെള്ളവും, എന്നാൽ സീക്ക് ഒരു ലെവലുണ്ട്. അതെപ്പോഴും ആ ലെവലിൽ കീപ്പ് ചെയ്യും. അതേമാതിരി നിങ്ങൾക്ക് മൈൻഡിന് ഒരു ലെവലുണ്ട്. നിങ്ങൾക്ക് എത്ര നഷ്ടം വന്നാലും എത്ര ഇത് ലാഭം വന്നാലും നിങ്ങളത് പേഴ്സണലി ബാധിക്കില്ല. അതാണ് മെഡിറ്റേഷന്റെ പവർ. അത് ജീവിതത്തിൽ നമ്മൾക്ക് ഭാഗ്യവന്മാർ നല്ല സേഫ് സാറിന്റെ ഒക്കെ നല്ല മെഡിറ്റേഷൻ എപ്പോഴും ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ 4 മണിക്ക് വേറെ ചെയ്യുന്ന ആളാണ്. അതാണ് നിങ്ങളെ ഗ്രൂപ്പിൽ അധികം വരാത്തത്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി ആസ്തിയൊന്നും ഇല്ല, അത്യാവശ്യമൊക്കെ ആയി. അല്ലാതെ ഞാൻ ഇന്നെ പൊക്കിട്ടോ താത്തിട്ടോ പറഞ്ഞിരിക്കാനത് നാശമാണ്. ഇതൊരു മിനിമം ലെവലില് കുഴപ്പമില്ലാതെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുവരെ വിഷമമൊന്നുമില്ല. അത്യാവശ്യം വേണ്ട സ്വന്തം. ഇപ്പൊ മകൾക്കൊരു സ്വന്തം വീടായി. ഞാനിപ്പോ ഇവിടെ ഈ വീട്ടിലിപ്പോ ഒരു കാവൽക്കാരനായിട്ട് നിൽക്കുക. ഇടയ്ക്ക് ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് ലൈവാക്കിയിട്ട് പോകും. കാരണം അവര് ഫാമിലി അവിടെ ആയതുകൊണ്ട്. അപ്പൊ അവരെ മകൻ വരുമ്പോ ഒന്ന് ഇവിടെ ഒന്ന് ലൈവാക്കി. ഞാൻ എന്റെ വീട് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറം. അവിടെ അത് കൂട്ടിയിട്ട് ഇവിടെ വരും. കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അവർക്കും നോട്ട് ബാഡ്. അവർക്കും നല്ല ബിസിനസ്സാണ്, കുഴപ്പമില്ല. ഇതിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു മുജീബ് എന്നാ പേര്, റിയാദില്. അത്യാവശ്യം കുഴപ്പമില്ല ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാനൊരു പാർട്ട്ണറാണ്. പക്ഷെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് വൃത്തിയായിട്ട്. ഞാൻ പണ്ടേ എല്ലാവരുടെ കൂട്ടത്തിലും പാർട്ട്ണർഷിപ്പ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എല്ലാതരം ബിസിനസ് ഉണ്ടായി. എല്ലാതരം കമേഴ്സ്യൽ, ചെരുപ്പ്, കണ്ണട, വാച്ച്, സിമെന്റ്, കമ്പി, എല്ലാതരം ബിസിനസ്സിലും ഞാനിങ്ങനെ ഒരു കോണിയാണ്, എവിടെയും കൊണ്ട് ചാരി വെക്കല. അപ്പൊ അതിനൊരു പാസീവ് ഇൻകം വരും. ഇപ്പോഴാണ് ഞാൻ എല്ലാത്തിനും ഒഴിവായി. മാക്സിമം വളരെ ലിമിറ്റഡ് 1-2 എണ്ണം ഉണ്ട്. അത് അവരെന്നെ ഒഴിവാക്കുന്നില്ല. അവര് നമുക്ക് എന്റെ ഒരു കാര്യമായ പാർട്ട്ണർ കന്നഡയിലുണ്ട്. അവൻ മരിച്ചു പിരിയാന്ന് പറഞ്ഞിട്ട് കുറെ നിലയും വിളിയും കിട്ടി. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിർത്താൻ. നീ നിനക്ക് എനിക്ക് എന്താ തരാൻ പറ്റുന്ന അങ്ങോട്ട് തന്നാല്. ഞാൻ ഡിമാൻഡേ ചെയ്തില്ല. അവൻ മോശമില്ലാത്ത സംഖ്യ എനിക്ക് തന്നു. നമ്മളെ നിൽക്കുന്ന നമ്മളെ അങ്ങോട്ട് പോസിറ്റീവ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചും പോസിറ്റീവേ വരും. നമ്മള് നെഗറ്റീവ് കൊടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് തിരിച്ചു വരും. ആണ് എന്റെ ഫാദർ എപ്പോഴും ഖുറാനിലെ 2-3 ആയത്ത് മൂപ്പരെ സ്വാധീനിച്ചു. അത് എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒന്ന് ഇതാണ്, നമ്മള് കീഴുള്ളവന് കാരുണ്യം കാണിച്ച മേലുള്ളവൻ എവിടുന്നെങ്കിലും നമുക്ക് കാര്യം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഡോണ്ട് എക്സ്പെക്ടിങ് റിട്ടേൺ. നമ്മൾ നമ്മൾ ചെയ്തിട്ട് അത് ഇനി നോക്കിയില്ലല്ലോ. പക്ഷെ അയാളിൽ കൂടി ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി കൂടിയ നമുക്കൊരു അനുഗ്രഹം ഇങ്ങേപ്പുറം വന്നിട്ടുണ്ടോ? അത് വന്നിട്ടുണ്ട്. എനിക്കൊക്കെ എത്രയോ അനുഭവമാണ്. ഞാന് എത്രയോ ആൾക്ക് കൊടുത്തിട്ട് എന്നെ തിരിഞ്ഞ് കുത്തിയവരൊക്കെ ഉണ്ട് ബിസിനസ്സിലും മറ്റുള്ളവർക്കും. പക്ഷെ ഞാൻ അന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ എനിക്ക് ഇങ്ങേപ്പുറത്തിന് ഇഷ്ടംപോലെ ഇത് വന്നു. ഞാൻ ഇന്നെ തിരിഞ്ഞ് കുത്തിയവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ എപ്പോഴും നല്ല റിലേഷൻ കീപ്പ് ചെയ്തിരുന്നു. ഇപ്പോഴും അതിലൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്തവരിക്കും. അവരൊക്കെ വീണെടുക്കുമ്പോൾ നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്തിരിക്കും. പക്ഷെ നമുക്കത് ഞാനെപ്പോഴും പ്രാർത്ഥിക്കില്ല, അവരെ ഹെൽപ്പ് ചെയ്യാൻ യൂണിവേഴ്സ് നമുക്ക് സൗകര്യം തന്നല്ലോ, ഒരു അവസരം തന്നല്ലോ. ആ അവസരം കൊണ്ട് നമുക്ക് ഇപ്പുറത്തൊന്നും ഇഷ്ടം പോലെ യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. അത് ഇതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഒരിക്കലും ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അയാളിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യും. ആ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് പിന്നെ അത് ജഡ്ജായിട്ട് മനസ്സിലാക്കും. അപ്പൊ അവനൊന്നും തന്നില്ല, അവൻ എന്തെല്ലാം ചെയ്തു കൊടുത്തു. അത് നമ്മൾ എക്സ്പെക്ട്, നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ആർക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊന്നും നമ്മൾ ഒരു ബന്ധവുമില്ല. എവിടെല്ലോ കിടക്കുന്ന ആൾക്കാർ, മലപ്പുറം, കൊണ്ടോട്ടി, ബന്ധം, അങ്ങനെ പല സ്ഥലത്തുള്ള ആൾക്കാരാണ്. ഒരു ബന്ധവുമില്ല.
പക്ഷെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കൊരു സൗകര്യം കിട്ടാം, ഒരവസരം യൂണിവേഴ്സ് തന്ന് അവരെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഭംഗിയായി നടന്നു പോകുന്നു. ഇപ്പൊ 3 കൊല്ലമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ 0 ആണ്, ബിസിനസ് ഒന്നുമില്ല. എന്നാലും എന്റെ ലൈഫ് ഹൈലി ഹാപ്പി, ഫൈനാൻഷ്യലായിട്ടും ഫിസിക്കലായിട്ടും മെന്റലി. അപ്പൊ അത് ഈ പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടാൽ മതി എല്ലാം ഇതൊക്കെ. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അങ്ങോട്ട് പറഞ്ഞാൽ ഇതാവും പോറാവും. ഓക്കെ, താങ്ക് യു. ഈ അവസരം എനിക്ക് ഇത് പറയാനൊരു അവസരം, ഞാൻ അല്ലെങ്കിൽ ആലോചിച്ചു എന്തപ്പം മൈസ്റ്റർ ഞാൻ അന്ന് പെട്ടെന്ന് ഷേഖ് സാർ ഇങ്ങനെ സബ്ജക്ട് ഉണ്ടാക്കാൻ കാരണം എന്താണ്, അതും ഫസ്റ്റ് തന്നെ എന്നെ പിടിച്ചിട്ട്. ഏതായാലും എല്ലാവർക്കും ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം നൽകിയ ഷേഖ് സാറിനും ഈ ബിമാജി ടീം, എന്നെ ശ്രമിച്ച എല്ലാ ബിമാജി കർമ്മങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞു. താങ്ക് യു ഓൾ. താങ്ക് യു ബഷീർ സർ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. സോ നമുക്ക് ടൈമിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. സോ റസാഖ് സർ എന്നാലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. റസാഖ് സർ. ബഷീർ സാർ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു 1.5 മോട്ടിവേഷൻ. സേഫ് സാറൊക്കെ വീഡിയോ ഓണാക്കി ഒന്നുപോയി. എങ്ങട്ടാ ഇതിൽ വേണം എങ്ങോട്ട് സംസാരിക്കട്ടെ. നിങ്ങളാ മറ്റേ ഇതൊക്കെ വിട്ടിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് വരും. എന്താ ക്ലാസ്, അടിപൊളി. എന്തായാലും ബഷീർ സാറിന് ഏറ്റവും ഒരു 10 മിനിറ്റ് സമയം സംസാരിച്ചാൽ തന്നെ നമുക്കറിയാം. കാരണം ഞാന് സേഫ് സാറ്, മുസ്തു സാറ് എല്ലാവർക്കും ഒരു 10 മിനിറ്റ് സമയം ബഷീർ സാറിനോട് സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, ഓരോ വ്യക്തികളെയും അവരുടെ ബേസ് അനുസരിച്ച് സംസാരിക്കാനുള്ള അപൂർവമായ കഴിവ് ബഷീർ സാറിനുണ്ട്. ബഷീർ സാർ ഈ ക്ലാസ് നിർത്തൂല, ഇന്ന് നാളെയും മറ്റന്നാളും നിർത്തൂല. കാരണം ഇത് സംസാരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങള്. അത് നിൽക്കാൻ കഴിയില്ല. എന്തായാലും താങ്ക് യു, വളരെ സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു റസാഖ് സർ. സേഫ് സർ. താങ്ക് യു ബഷീർക്ക. എനിക്ക് തോന്നണേ ഏതൊരു ക്ലാസ്സിലാണ് എനിക്കിങ്ങനെ ആശയം വന്നത്, മൈ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സംഭവം നമുക്ക് കൊണ്ടുവരാന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് എന്റെ മൈൻഡിലേക്ക് വന്നിട്ടുള്ളത് ബഷീർ ഖാന്റെ മുഖേന. കാരണം എന്താ വെച്ചാല് ഞാൻ പണ്ട് സിദ്ദീഖ് IAS എന്ന് പറഞ്ഞിട്ട് എന്റെ നാട്ടിൽ നിന്ന് ഒരു IAS കിട്ടിയ ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു ഇതിന്റെ പിന്നിലുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പ്രായമായ ആളുകളുമായിട്ട് വല്ലാതെ സംസാരിക്കുന്നു പറയുന്നത്. ഞാൻ എന്റെ നാട്ടില് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഇവിടെയാണ്. ഞാൻ നാട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അധികം ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് പ്രായമായ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ. ഇപ്പൊ എന്റെ നാടിന്റെ ചരിത്രം എനിക്ക് ഏറെക്കുറെ അറിയാം. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നത് എന്റെ നാടിന്റെ ചരിത്രം എന്നെക്കാളും ഏജുള്ള ആൾക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് എന്റെ നാടിന്റെ ചരിത്രം അറിയാം. ആ ചരിത്രം എങ്ങനെ അറിയുന്നത് വെച്ചാൽ ഈ പ്രായമുള്ള ആളുമായിട്ട് ഞാൻ എങ്ങനെ പോയി അവർക്ക് ചായയൊക്കെ മേടിച്ചു കൊടുത്ത് അവരോട് തമാശ കുറേ സമയമായിരിക്കും, ഒരുപാട് സമയമായിരിക്കും. അവർക്ക് ഒഴിവുള്ള അത്രയും സമയമായിരിക്കും. ചിലപ്പോൾ ഈ കിടപ്പിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇതുണ്ടാവില്ല. അവർക്ക് ഇങ്ങനെ പറയാൻ ആളെ കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഫ്രീ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് റിയലി എനിക്കത് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സമയത്ത് ഞാൻ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ അവരുടെ കൂടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പല ആളുകളും അതിൽ നിന്ന് മരണപ്പെട്ടു പോവുകയും ചെയ്തു. എന്നതുപോലെ ഒരു മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടാവേണ്ട 2-3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തിനും ഒരു ഫുൾഫിൽമെന്റ് ആണ് ഉണ്ടാവേണ്ടത് ഫൈനലി. അപ്പൊ അതില് ബഷീർ ഖാനിന്റെ ഞാൻ എപ്പോഴും കണ്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഫിനാൻഷ്യലിന്റെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും എന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ പറയാറുണ്ട്, നിങ്ങൾ ബഷീർ ഖാനെ കണക്ട് ചെയ്തോളി ഫിനാൻസിന്റെ കാര്യങ്ങൾക്ക്. എനിക്കത് അറിയില്ല, കാരണം ഞാനതത്ര എനിക്ക് ആ ഒരു പറയാൻ പറ്റില്ല. ബഷീർക്ക് പറയാണ് ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയ ഒരാളാണെന്ന് പറയുമ്പോൾ എനിക്കത് പറയാനുള്ള കപ്പാസിറ്റിക്ക് ഞാൻ എത്തിയിട്ടില്ല. ഞാൻ എത്തും ഒരു വിത്തിരി സമയത്തിലുള്ള ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിലേക്ക് എത്തും. ഞാനും താമസിയാതെ പറയും ഒരു 10 വർഷം എനിക്കുള്ള ഒരു പാസീവ് ഇൻകം എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് ഉണ്ടെന്ന് പറയാൻ വിത്തിൻ സൂൺ ദാറ്റ്സ് വിൽ ഹാപ്പൻ. പക്ഷെ ബഷീർക്ക് അത് ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരാളാണ്. ഇപ്പൊ എങ്ങനെ ഇപ്പൊ നമ്മൾ ആലോചിച്ച് വെക്കുക, നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്ന എപ്പോഴാ? ഇപ്പോ ഞാനൊക്കെ കേൾക്കാൻ തുടങ്ങിയത് മാക്സിമം ഒരു 10 വർഷമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർനെറ്റ് വന്ന് ഈ താരിഖ് ഷംസുദ്ദീനൊക്കെ വന്നതിന് ശേഷമാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അല്ലെങ്കിൽ എന്ത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇത് 1975-ലോ 77-ലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് ഒരു ബിമാജിക്കിന്റെ ഒരു അസറ്റാണ് ശരിക്കും ബഷീർക്കാന്ന്. കാരണം മാക്സിമം ഞാൻ എപ്പോഴും ആളോട് പറയാറുണ്ട്, നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് ഈ ഷെയർ മാർക്കറ്റിംഗ്. കാരണം അത് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുക, പിന്നെ ഫാമിലി ലൈഫ്, വൈഫിനായിട്ടുള്ള സപ്പോർട്ടുകൾ, പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബഷീർക്ക് വായിച്ചിട്ടുണ്ടോ? അത് ഞാൻ വായിച്ചിട്ടുണ്ട്. വായിക്കാത്തൊരു പുസ്തകമാണെങ്കിൽ ഞാൻ പല ക്ലാസ്സിൽ ചോദിച്ചിട്ട് ആ പുസ്തകത്തിന്റെ പേരെന്താ പറഞ്ഞു ചോദിച്ചു. ഡൗട്ട് അതേക്കാരം, വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല. ആ പുസ്തകത്തിന്റെ പേരെന്താ ചോദിക്കും. അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മള് പറഞ്ഞ പോലെ എന്താണ്, സരസ്വതിന്റെ പിന്നാലെ ലക്ഷ്മി ദേവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സരസ്വതി വരും എന്ന് പറഞ്ഞ പോലെ എന്താണ്,
നമ്മൾക്ക് അറിവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വരും. ബി മാജിക്കിൽ നിന്ന് കിട്ടുന്നപ്പോ ആ +2 എനിക്ക് പഠിക്കാണ്ടായിരുന്നു തന്നെ. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്താ കിട്ടുക. ഞാൻ അങ്ങനെ ഇപ്പോൾ ബി മാജിക്കിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കലൊന്നുമില്ല. പക്ഷെ ഞാൻ വൈഫായിട്ട് ഇങ്ങനെ സംസാരിച്ച ഫാമിലി ടൈമാണ്. ഞാൻ വൈഫിനോട് പറഞ്ഞു ബഷീർ ഖാന്റെ ക്ലാസ് ആണ്, ഞാൻ പങ്കെടുത്ത് നോക്കട്ടെ. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം നമുക്ക് അത്രയും ഇതുണ്ടാവും. ഇതേപോലെ ഇപ്പൊ ബഷീർ ഖാണെങ്കിൽ മണിസാറിന്റെ ക്ലാസ് ഉണ്ടാവും, ബിൻസി മാമിന് കുറെ പറയാനുണ്ടാവും, റസാഖ് സാർക്ക് കുറെ പറയാനുണ്ടാവും, ഗോപികക്ക് പറയാനുണ്ടാവും, ഷെമീറാക്ക് പറയാനുണ്ട്. എല്ലാവരും ഒരു ഹീറോയിനാണ്. എവരിബഡി, നിങ്ങൾ എല്ലാ ആളുകളും ഓരോ ഹീറോയിനും നിങ്ങൾക്കൊക്കെ ഒരു കഥ പറയാനുണ്ടാവും. ആ കഥ പറയാനുള്ള ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത്. നിങ്ങളുടെ കഥകൾ പറയാം. ഞാൻ എന്നാളെ എന്റെ കഥ കുറച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്ത് ചെയ്യണം, നിങ്ങളുടെ കഥകൾ നിങ്ങൾ പറയണം. അതിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ ക്ലാസ് കേൾക്കാനിരിക്കുന്ന ആൾക്കാർ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക. ബാക്കിയുള്ള ഒരു സ്പീക്കിംഗ് നടത്തുന്ന പോലെ മോട്ടിവേഷനോ പക്ഷെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും കിട്ടുന്നത്. അവരുടെ ലൈഫിന്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ പല ബ്ലോക്കുകൾ മാറ്റാൻ സഹായിക്കുന്നത്. ബഷീർ, താങ്ക് യു ഫോർ സച്ച് എ വണ്ടർഫുൾ സെഷൻസ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ദെൻ മണി സർ, ഒരു 1 minute 2 minute എടുത്ത് സംസാരിക്കാം കേട്ടോ. ലേശൊരു നെറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും, എന്നാലും പറയാണ്. ബഷീർ എന്ന് പറഞ്ഞത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഒരു 55 വർഷത്തിലേറെയായിട്ട് അയാളെ പരിചയമുണ്ട്. അപ്പൊ ഇത്തരം ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്നുള്ള എനിക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഈ ലൈഫിൽ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാലം ജീവിക്കാൻ പറ്റിയ തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പറയാൻ പറ്റും. എന്റെ എല്ലാ പുരോഗതിക്കും എല്ലാ ഐശ്വര്യത്തിനും പ്രധാന കാരണം ഇയാൾ തന്നെയാണെന്ന് എനിക്ക് പറയാം. എന്റെ ഈ യോഗയിലേക്ക് പോണതായാലും ശരി, നേരത്തെ പറഞ്ഞ സ്വിമ്മിങ് ആയാലും ശരി, പല ആക്ടിവിറ്റീസിലും അവരുടെ ആ ഡയറക്ഷനിലാണ് ഞാൻ പോയതെന്ന് എനിക്ക് പറയാനുള്ളത്. എന്നെ ഈ മാജിക്കിൽ എത്തിച്ചതും അവർ തന്നെയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ പറഞ്ഞാലൊന്നും തീരൂല, അങ്ങനത്തെയാണ് ഉള്ളത്. അപ്പൊ അത്രത്തോളം പ്രശസ്തനായ അല്ലെങ്കിൽ ആത്മാർത്ഥമുള്ള ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരോട് കരുണ, അനുകമ്പ ഒക്കെയുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാനുള്ള നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ ചാരിറ്റിയിൽ മുഴുവൻ സമയം നിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേക മാനസികാവസ്ഥ വേണം. അത്രയും ഉള്ളു നിറഞ്ഞ ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറഞ്ഞാല് വാക്കുകൾ കിട്ടൂല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. ഏതായാലും സമയം വൈകിയതിന് പിന്നീട് ഒരവസരത്തിൽ പറയാനുള്ളൂ. എല്ലാവിധ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിന് നേരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. Thank you, Mani sir. Then Shiny ma'am. ഹലോ, Okay. ഞാന് ഈ ഡിമാജിക്കിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കാണണമെന്നും എനിക്ക് ഒരിക്കലെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് ശരിക്കും ബഷീർ സാറാണ്. കാര്യം കഴിഞ്ഞ ദിവസം പോലും ഞാനത് സുലേഖ ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഇങ്ങനെ എനിക്കിങ്ങനെ ബഷീർ സാറിന് മാത്രം ഒന്ന് സംസാരിക്കണം, ഞാൻ അത്രത്തോളം ഇങ്ങനെ ഭയങ്കര ഞാൻ സംസാരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്, ഒന്ന് നമ്പർ ഉണ്ടെങ്കിൽ ഇട്ടേക്കുമെന്ന് ചോദിച്ചിരുന്നു. സുലേഖ ബിക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ ഇത് ഈ തുടങ്ങിയപ്പോ പോലും എന്റെ വായിന്ന് ഇങ്ങനെ വീണുവല്ലോ, അത് ഞാൻ ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പോഴേ എന്റെ കൂട്ടത്ത് ഉള്ളവരെ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറയാണ്, ഇദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കണം, ഓടി വരൂ. ഞാൻ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് കേൾക്കണേ, നിങ്ങളും കൂടെ ഓടി വരൂ, കേൾക്കേണ്ട ഒരാളാണ്, നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. അത് ദൂരത്തുനിന്നാണ് അവർ ഓടി വരികയാണ്. അപ്പോൾ ഒരാൾ എന്റെ അടുത്തിരിപ്പുണ്ട്, അടുത്ത ആളിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ വീട്ടില് പ്രശ്നമുണ്ട്. ആ ഒരു അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം. വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മയും ഇതുപോലെ മാനസിക വിഷയമുള്ളതാണ്. അപ്പോൾ അതിലുള്ള അടുത്ത ജനറേഷനിൽ രണ്ടുപേരും അങ്ങനെ. എൻ്റെ ജനറേഷൻ വന്നപ്പം എൻ്റെ പ്രായത്തിലുള്ളവരും ഇപ്പം ഇതേ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് അവര് പറയണത് അവരുടെ പാരമ്പര്യത്തെയാണ് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ അത് നമ്മുടെ ബ്ലഡിലുണ്ട്, അപ്പോഴും നമ്മളും അത് തന്നെ എന്ന് പറഞ്ഞ് അവരൊക്കെ എൻ്റെ കൂടെ ഒരേ ദിവസം ജനിച്ചവർ പോലും അങ്ങനെ ഒരു ആ അസുഖത്തിന് അടിമപ്പെട്ടിട്ട് പോയി അവരുടെ ജീവിതം ഒന്നും അല്ലാണ്ടായി അങ്ങ് പോവാണ്. അപ്പോഴെനിക്ക് കാണുമ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ്. എന്ന് വെച്ചാൽ അവരെ ബിലീഫ് അങ്ങനെയാണ് വിചാരിച്ചു വെച്ചേക്കണേ. ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെയുണ്ട്. അപ്പോഴും ഞാനും നമ്മളും അത് തന്നെ. അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അപ്പോഴവർ ടാബ്ലറ്റിലേക്ക് പോയിട്ട് ഒരു ടാബ്ലറ്റിൽ തുടങ്ങിയിട്ട് പിന്നീട്
എൻ്റെ അച്ഛൻ്റെ സഹോദരി, അവരുടെ മക്കള്, അവരെയൊക്കെ ഞങ്ങളാ ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്കറിയാം അവരൊക്കെ അവർക്ക് പിന്നെ അതിൽ നിന്ന് മാറി വരാൻ പറ്റൂല. അപ്പോൾ അവരെന്താണ് പറയണത്, എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് തന്നെ അവർ ചിന്തിക്കുകയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഓക്കെ എനിക്കും വല്ല കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ഇതേപോലത്തെ കമ്മ്യൂണിറ്റിയിലൊക്കെ വന്നപ്പോഴാണ് ഭയങ്കരമായിട്ട് മാറാൻ പറ്റിയത്. അത് കുറെയൊക്കെ ഇപ്പം ഈ സാറ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കൊച്ചെല്ലാം നേരത്ത് സാർ ഈ അഭിപ്രായം 1-2 വേർഡിലാണ് പറയുന്നത്. ബഷീർ സാറ് ഒരുപാട് പറയാറ് പോലുമില്ല. പക്ഷെ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഞാൻ സാറ് പറയുന്ന ബുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കും. ഇന്ന ബുക്കിൽ ഇന്ന കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത് ബഷീർ സാറ് പറഞ്ഞതാണ് ഇതിൽ ഒരു കാര്യമുണ്ട്. പക്ഷെ ഞാനത് വാങ്ങിച്ചിട്ടില്ല, എപ്പോഴെങ്കിലും വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ അത് പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ ഞാൻ കേട്ടതുപോലെ എൻ്റെ കൂട്ടത്ത് ഒരുപാട് പേര് എതിർന്ന് സാറിൻ്റെ ഈ കാര്യം കഥ കേൾക്കുമായിരുന്നു. പക്ഷേ സേഫ് സാറിനും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ ഒരു സെക്ഷൻ വെച്ചതിന്. ഇത് ഓരോരുത്തരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. അത് കാര്യം വെച്ചാൽ ഓരോരുത്തരും പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, അറിയാനുണ്ടാവും. അങ്ങനെയൊക്കെ എന്തായിരുന്നാലും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ബഷീർ സാർ എന്ന് പറയുന്നത്. നേരിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായിട്ടോ എൻ്റെ വന്നുപോയി, ഞാൻ ഭയങ്കരമായിട്ട് ക്ഷമ വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുമ്പോൾ പോലും വിറയ്ക്കുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷൈനി മാം. ഓക്കെ, നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരുപാട് പേർക്ക് ഫീഡ്ബാക്കും കാര്യങ്ങളും പറയാനുണ്ട് എന്നറിയാം. സോ അങ്ങനെയുള്ളവരൊക്കെ സാറിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. ഇനി ഇതുപോലെ നല്ലൊരു സെക്ഷൻ തന്നതിന് ബഷീർ സർ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു മൈൻഡ് അപ്പ്. Thank you, sir. Thank you, Bashir sir. Thank you all. You are. Thank you, sir. Yeah. Thank you, Bashir sir.